കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മനുഷ്യ കൈവപ്പെട്ട കാര്യങ്ങൾ പരസ്പരം സഹായം തേടാന്ന്. അബൂജഹലിന് പോലും തർക്കമുണ്ടായിട്ടില്ല. നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ച് സഹായം തേടരുത്, ഇസ്മായിൽ നബിയെ വിളിച്ച് സഹായം തേടരുത് എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ചോദിച്ചോ, അല്ല മുഹമ്മദേ, നീ നിന്റെ കൂട്ടുകാരൻ അബൂബക്കറിനോട് സഹായം തേടാറില്ലേ? നീ നിന്റെ കൂട്ടുകാരൻ ഉമർ ഫാറൂഖിനോട് പല കാര്യത്തിലും സഹായം തേടാറില്ലേ? അത് തെറ്റല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാ തെറ്റാവുകയെന്ന് ആരും അബൂജഹലോ ഉത്ബത്തോ ശൈബത്തോ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ദുർന്യായം ഇവരുണ്ടാക്കിയതാ സുഹൃത്തുക്കളെ. അപ്പൊ മനുഷ്യ കഴിവിൽപ്പെട്ട സഹായങ്ങൾ പരസ്പരം ചെയ്യണം തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഈസാ നബി ചോദിച്ചു, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ എന്നെ സഹായിക്കുന്നവരാരുണ്ട്? മനുഷ്യ കഴിവിൽപ്പെട്ട സഹായ ചോദിച്ചത്. അതുപോലെ മൂസാ നബിയുടെ കുടുംബക്കാരനും ഫിറഔനിന്റെ കുടുംബക്കാരനും തമ്മിൽ ശണ്ട കൂടുമ്പോൾ മൂസാ നബി എവിടേക്ക് ചെന്നു. അപ്പൊ മൂസാ നബിയുടെ കുടുംബക്കാരൻ ഫിറഔനിന്റെ കുടുംബക്കാരനെതിരിൽ മൂസയോട് സഹായം തേടി. മൂസാ നബി ചെന്നിട്ട് ഫിറഔനിന്റെ കുടുംബക്കാരന് ഒരു കുത്തുകൊടുത്തു. അയാളുടെ കഥ കഴിഞ്ഞു എന്ന് ഖുർആനിലുണ്ട്. ഈ സഹായം തേട്ടം മനുഷ്യ കൈവിൽപ്പെട്ട സഹായം തേട്ടമാണ്, അതിന് തെറ്റില്ല. അതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മതത്തിന്റെ കാര്യത്തിൽ അവർ നിങ്ങളോട് സഹായം തേടിയാൽ അവരെ നിങ്ങൾ സഹായിക്കണം. ഇതെല്ലാം മനുഷ്യ കഴിവിൽപ്പെട്ടതും കാര്യകാരണ ബന്ധങ്ങൾ അടിസ്ഥാനത്തിലുള്ളതുമായ സഹായമാണ്, ഭൗതികമായ സഹായമാണ്. മുസ്ലിയാരിപ്പോ ഇതൊക്കെ എന്തിനാ പറയുന്നറിയോ? അമ്പിയാക്കളെ വിളിച്ച് ഇസ്തിഗാഥ നടത്താം, ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഗാഥ നടത്താം. അതിനൊക്കെയുള്ള തെളിവാ. ഇതിന് മൂപ്പര് മൂസാ നബിയെ പറ്റിയൊരു കോട്ടിമാട്ട് നടത്തി. അപ്പൊ സൃഷ്ടികളുടെ കൈക്ക് നടക്കുന്ന കാര്യമാണെങ്കിൽ അത് സൃഷ്ടികളോട് ചോദിക്കുകയും അതേസമയം സൃഷ്ടികൾക്ക് ആ കാര്യത്തിൽ പ്രചോദനം ഉണ്ടാകാൻ അള്ളാഹിനോട് ചോദിക്കുകയാണ് വേണ്ടത്. അപ്പൊ കാര്യങ്ങൾ രണ്ടുണ്ട്, സൃഷ്ടികളുടെ കൈക്ക് നടക്കുന്നതും നടക്കാത്തതും. അതാണ് മനുഷ്യ കഴിവിൽ പെട്ടതും മനുഷ്യ കഴിവിൽ പെടാത്തതും, മനുഷ്യ കഴിവിന് അതീതം മനുഷ്യ കഴിവിന് അധീനം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതും.